ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ടുവേർഡ്സ് എ ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് ഈ സെക്സ്, ജെൻഡർ ന്യൂട്രൽ, ഇതൊക്കെ നമ്മൾ ഈ അടുത്ത കാലങ്ങളിൽ വാർത്തകളിലൊക്കെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. പലപ്പോഴും ഈ ഒരു വാക്കൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു മുഖമാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. പക്ഷെ എൻ്റെ ഇടയ്ക്ക് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ചാപ്റ്റർ നമ്മൾ ആ ഒരു രീതിയിലല്ല പഠിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ സെക്സ്, ജെൻഡർ എന്ന രണ്ട് കാര്യങ്ങൾ എന്താണെന്നും നമ്മുടെ സമൂഹം ആണ് എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, പെണ്ണ് എന്താ ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ നമ്മുടെ സമൂഹം തീരുമാനിക്കുന്ന ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരു രീതിയുണ്ട്. അപ്പോൾ അത് തെറ്റാണെന്നും അത് എങ്ങനെയാണത് ചെയ്യേണ്ടതെന്നും, അല്ലെങ്കിൽ ഇന്ന ആണായിട്ട് ജനിക്കുന്നവർ ഇന്ന കാര്യങ്ങൾ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ പെണ്ണായിട്ട് ജനിക്കുന്നവർ ഇന്നതേ പാടുള്ളൂ എന്ന കാര്യങ്ങൾ, ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് പാടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു ചാപ്റ്ററാണിത്. ഇതിൻ്റെ ആദ്യ ഭാഗങ്ങൾ ആ ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു കണ്ണിലൂടെ വേണം, അതായത് ഇവിടെ സ്ത്രീ പുരുഷൻ അത് തന്നെയാണ് നമ്മുടെ മെയിൻ വിഷയം എന്ന് പറയുന്നത്. ഓക്കെ, അത് രണ്ടിലും നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ചാപ്റ്ററിനെ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ ആദ്യം തന്നെ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറയുന്ന കാര്യങ്ങൾ, അതായത് സെക്സ് എന്താണ്, ജെൻഡർ എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കിയൊരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് മൊത്തം കൺഫ്യൂഷനായിട്ട് കിടക്കുകയായിരിക്കും. കാരണം ഇങ്ങനെ ഈ സെക്സ്, ജെൻഡർ ഇതിൻ്റെ പോയിന്റുകൾ ഇങ്ങനെ മിക്സ് ചെയ്ത് പറഞ്ഞു പോകുമ്പോൾ വായിക്കുന്ന ഒരാൾക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിനെ ഇങ്ങനെ രണ്ട് ടേബിളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പേജ് നമ്പർ 154 വരെ വരുന്ന ഈ ഒരു 4 പേജോളം വരുന്ന ഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒറ്റ ടേബിളിലാക്കി എന്ത് ചെയ്തിട്ടുണ്ട്, ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രയും കാര്യങ്ങളായിരിക്കും ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഓണറബിൾ ഹൈക്കോടതിയുടെ ഒരു വിധിയെ പറ്റി പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. അതായത് ജെൻഡർ എന്ന് പറയുന്നതും സെക്സ് എന്ന് പറയുന്നതും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. ഓക്കെ, നമ്മൾ ഏത് ജെൻഡർ ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട് എന്നാണ് നമ്മുടെ കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സംശയം വരും, എന്താണ് ഈ സെക്സ്, ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. നോർമലി നമ്മളെപ്പോഴും ഇത് രണ്ടും ഏതാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒരുമിച്ചങ്ങ് ഉപയോഗിക്കുന്ന കാര്യമാണ്. നമ്മുടെ ID കാർഡുകളിലൊക്കെ നമ്മൾ ഈ സെക്സ്, ജെൻഡർ അല്ലേ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ ഒരു സാധാരണ ഒരാൾ പെട്ടെന്ന് നോക്കുമ്പോൾ രണ്ടും ഒന്നാണെന്ന് തോന്നുമെങ്കിലും സത്യത്തിൽ അത് ഒന്നല്ല, അത് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. സോ നമ്മളത് എന്താണെന്നാണ് പറയാനായിട്ട് പോകുന്നത്. സോ സ്റ്റാർട്ടിങ് വിത്ത് സെക്സ്. എന്താണ് സെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യന് ബയോളജിക്കലി കിട്ടുന്ന ഒന്നാണ് എന്ത്, അവൻ ആണാണോ അല്ലെങ്കിൽ പെണ്ണാണോ, അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്ജെൻഡർ, നമ്മളിവിടെ ആണും പെണ്ണും അത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. അപ്പോൾ ഒരാൾ ആണാണോ പെണ്ണാണോ എന്നുള്ളത് നമ്മൾ ബയോളജിക്കലി നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സെക്സ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ ക്രോമസോമുകൾ, നമ്മുടെ ഫിസിക്കൽ ഫീച്ചറുകൾ, നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ, നമ്മുടെ ജെനിറ്റലി, നമ്മുടെ അവയവങ്ങൾ, ഓക്കെ, ഇത് തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് സെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ജെൻഡർ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ അല്ല. നമ്മൾ വളർന്നു വരുന്ന സൊസൈറ്റി, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, അത് നമ്മൾ ആരാണ്, നമ്മൾ ഒരു മാസ്കുലൈൻ ആയ ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ ഫെമിനൈൻ ആയിട്ടുള്ള ക്യാരക്ടറാണോ നമ്മൾ കാണിക്കുന്നത്, അതിനെയാണ് സത്യത്തിൽ നമ്മൾ ഈ ജെൻഡർ എന്ന് വിളിക്കുന്നത്. അതായത് ജെൻഡർ റെഫേഴ്സ് ടു സോഷ്യൽ, കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക് അസോസിയേറ്റഡ് വിത്ത് ദ കാറ്റഗറി ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ത്രൂ പെർട്ടിക്കുലർ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. സൊസൈറ്റിയിൽ ഒരാൾ എങ്ങനെ ജീവിക്കുന്നു, അയാൾ ഒരു ആണിനെ പോലെയാണോ ജീവിക്കുന്നത്, പെണ്ണിനെ പോലെയാണോ ജീവിക്കുന്നത് എന്നതാണ് ജെൻഡർ. എന്നാൽ ഒരാൾ യഥാർത്ഥത്തിൽ ജന്മനാൽ ആരാണ് എന്നതാണ് എന്ത് തീരുമാനിക്കുന്നത്, സെക്സ് തീരുമാനിക്കുന്നത്. അതായത് സെക്സ് ഒരു വ്യക്തിയെ ബയോളജിക്കൽ മെയിലായിട്ടും ഫീമെയിലായിട്ടും ക്ലാസിഫൈ ചെയ്യുമ്പോൾ ജെൻഡർ ഒരാളെ മാസ്കുലൈൻ ആണോ അതുപോലെ ഫെമിനൈൻ ആണോ എന്നാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ബിഹേവിയർ ആണ് ജെൻഡർ എന്ന് പറയുന്നത്. സെക്സ് എന്ന് പറഞ്ഞാൽ അത് ബിഹേവിയർ അല്ല, അത് നമുക്ക് കിട്ടുന്നൊരു സാധനമാണ്. അതായത് സെക്സ് ഈസ് ഇൻഹെറിറ്റഡ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ആൻഡ് ദസ് ഇറ്റ് ഈസ് ആൻ ആസ്ക്രൈബ്ഡ് സ്റ്റേറ്റസ്. അതായത് നമുക്ക് ജന്മനാ കിട്ടുന്നതാണ്, മാറ്റാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ജെൻഡർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ അച്ചീവ്ഡ് സ്റ്റേറ്റസ്, നമ്മളത് നേടിയെടുക്കുന്നതാണ് നമ്മുടെ സൊസൈറ്റിയിലൂടെ ഇൻ്ററാക്ഷൻ കാരണം.
ഇറ്റ് ഈസ് ലേൺഡ് ആൻഡ് ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ദ കൾച്ചർ വി ലിവ് ഇൻ. നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത്, നമ്മുടെ ചുറ്റുപാടാണ് നമ്മുടെ ജെൻഡറിനെ കൂടുതൽ സ്വാധീനിക്കുന്നത്. അതായത് ആൻ ഇൻഡിവിജ്വൽ അക്വയർ ജെൻഡർ എക്സ്പെക്ടേഷൻസ് ആൻഡ് ബിഹേവിയർ ഫ്രം ദ സൊസൈറ്റി ത്രൂ സോഷ്യലൈസേഷൻ. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ബേസിക്കലി നമ്മളെല്ലാവർക്കും മനസ്സിലുള്ളൊരു കാര്യമാണ്, പുരുഷന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്ട്രോങ് ആണ്, അവർക്ക് ആരോഗ്യം നല്ല രീതിയിലുണ്ട്, അവർക്ക് ധൈര്യമുണ്ട് എന്നൊക്കെ ഉള്ള കാര്യം. സത്യത്തിൽ അത് ജന്മന നമുക്ക് കിട്ടിയ ഒരു കാര്യമൊന്നും അല്ലല്ലോ. നമ്മുടെ വീട്ടുകാർ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ നമ്മൾ കണ്ടു പഠിച്ചെടുത്തൊരു കാര്യമാണ്. അങ്ങനെ മനസ്സിലാക്കിയ ഒരു സംഭവത്തെയാണ് നമ്മൾ ജെൻഡർ എന്ന് വിളിക്കുന്നത്. അത് ഓരോ കൾച്ചറിലും ഓരോന്ന് ആയിരിക്കും. ഓക്കെ, സമയത്തിനനുസരിച്ച് അതിൽ മാറ്റം വരികയും ചെയ്യും. ജെൻഡർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നെയ്തർ ബയോളജിക്കൽ നോർ കോൺസ്റ്റൻറ്റ്, അല്ലേ? അത് നമുക്ക് ബയോളജിക്കലി കിട്ടുന്ന ഒന്നല്ല, അത് കോൺസ്റ്റൻ്റ് ആകണമെന്നും ഇല്ല. നമുക്കത് എന്ത് ചെയ്യാം, നമ്മുടെ സിറ്റുവേഷൻസ് അനുസരിച്ച്, നമ്മുടെ സൈക്കോളജി അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ അനുസരിച്ച് അത് എന്ത് ചെയ്യാം, മാറാം. ഓക്കെ, ഇറ്റ് ഈസ് അക്വേർഡ് ആൻഡ് സ്ട്രെങ്തൻഡ് ത്രൂ സോഷ്യൽ ഇൻ്റർവെൻഷൻ. സൊസൈറ്റിയുമായിട്ട് ഇടപെടുമ്പോഴാണ് നമുക്കത് ഉണ്ടാകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ് ആൻഡ് ജെൻഡർ ഈസ് എ കോൺസെപ്റ്റ് ബിയോണ്ട് സെക്സ്. സൊസൈറ്റിയാണത് തീരുമാനിക്കുന്നത്, സൊസൈറ്റിയാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം ഞാനൊരു ആൺകുട്ടിയാണെന്നിരിക്കെ എനിക്ക് പിങ്ക് എന്ന കളറിനോട് ഭയങ്കര ഇഷ്ടമാണെന്ന് വിചാരിക്കുക. പക്ഷെ നമുക്കറിയാം, നിങ്ങളുടെ കൂടെ ഉള്ളൊരു കൂട്ടുകാരൻ ഒരു പിങ്ക് ബാഗും പിങ്ക് ഷൂവും ഒക്കെ ഇട്ടുകൊണ്ട് വന്നാൽ ബേസിക്കലി നമ്മളത് കളിയാക്കും. കാരണം എന്താ, പിങ്ക് പെൺകുട്ടികൾക്കുള്ളൊരു നിറമാണെന്ന് ആരോ എപ്പോഴും നമ്മളെ പറഞ്ഞങ്ങ് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പഠിപ്പിച്ചത് കാരണം നമ്മളും അതെന്ത് ചെയ്യും, നമുക്ക് പിന്നീട് വരുന്നവരുടെ അടുത്ത് നമ്മളത് പറഞ്ഞു പോകും. പക്ഷെ സത്യത്തിൽ അതൊരു നിറമാണ്, അത് ആണിനും ഇഷ്ടപ്പെടാം പെണ്ണിനും ഇഷ്ടപ്പെടാം, അതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല. ഇതാണ് ജെൻഡർ. ഓക്കെ, പക്ഷെ നമ്മൾ ബയോളജിക്കലി നമ്മൾ ആണാണോ പുരുഷനാണോ, നമ്മുടെ അവയവങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യമാണ് എന്തിനെ തീരുമാനിക്കുന്നത്, നമ്മുടെ സെക്സിനെ തീരുമാനിക്കുന്നത്. ജെൻഡർ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് കാർ റേസിങ് ഇഷ്ടമാണ്, ബസ്സുകൾ ഇഷ്ടമാണ്, ബൈക്ക് ഓടിക്കാൻ ഇഷ്ടമാണ്, കാർ ഓടിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതിലൊരെന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. ഈ ഷർട്ടും പാൻറ്റും എന്ന് പറയുന്ന ഡ്രസ്സ്, അത് ബേസിക്കലി ആണുങ്ങൾക്കുള്ളതാണെന്നൊരു തോന്നൽ പണ്ടൊട്ടേ ഉണ്ട്. എന്നാൽ ഒരു പെൺകുട്ടി ഷർട്ടും പാൻറ്റും ഇട്ടാൽ എന്തെങ്കിലും സംഭവിക്കൂ? ഇല്ല. അപ്പോൾ ആണ് ഇന്നതേ ചെയ്യാവൂ, പെണ്ണ് ഇന്നതേ ചെയ്യാവൂ എന്ന് സൊസൈറ്റി തീരുമാനിച്ച് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ജെൻഡർ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. നിങ്ങൾ ഇതങ്ങ് ഓർത്ത് വെച്ചാൽ കാര്യം മനസ്സിലായി. ഇതിനിവിടെ പല രീതിയിൽ വ്യാഖ്യാനിച്ച് എഴുതിയേക്കുന്നതേ ഉള്ളൂ. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ശ്രദ്ധിക്കുക. സെക്സ് റെഫേഴ്സ് ടു ദ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു വ്യക്തിയുടെ ബയോളജിക്കലി നമുക്ക് കിട്ടുന്നൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്. ഇപ്പോൾ മീശ വളരുന്ന കേസ്, അല്ലെങ്കിൽ താടി വളരുന്ന കേസ്, അല്ലെങ്കിൽ നോർമലി നമ്മൾ നോക്കിയാൽ മസ്കുലാർ ആയിട്ടുള്ള ആൾക്കാർ, നമ്മുടെ ആണുങ്ങൾക്കുള്ള ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്നൊരു ഹോർമോണിൻ്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് കാരണമാണ് ആണുങ്ങൾക്ക് നല്ല രീതിയിൽ മസിൽ ഉണ്ടാകുന്നത്. വർക്കൗട്ട് ചെയ്താൽ പോലും സ്ത്രീകൾക്ക് അത്രത്തോളം മസിൽ ഡെവലപ്മെൻറ്റ് നോർമൽ കേസിൽ ഉണ്ടാകണമെന്നില്ല. സോ ദാറ്റ് ഈസ് ബയോളജിക്കൽ. അതാണ് ബയോളജിക്കലായിട്ട് ഒരാണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ക്രോമസോം, നമ്മൾ ബയോളജി പഠിക്കുന്നുണ്ട്, XY ക്രോമസോം വരുന്നത് പുരുഷനും XX ക്രോമസോം വരുന്നത് സ്ത്രീയും. അപ്പോൾ ക്രോമസോം വഴി അത് വ്യത്യാസപ്പെടുന്നു. ഫിസിക്കൽ സ്ട്രക്ചർ സ്ത്രീ പുരുഷനെ കണ്ടാൽ തന്നെ നമുക്ക് ഒരുവിധമൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാം, ഹോർമോൺസ്, ടെസ്റ്റോസ്റ്റെറോൺ നമ്മുടെ ആണുങ്ങളിലുണ്ടാവുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾ എന്താണ്, ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഉണ്ടാകുന്നു എന്നൊക്കെ നിങ്ങൾ ബയോളജി പഠിക്കുന്നുണ്ട്. ജെനിറ്റേലിയ നമ്മുടെ അവയവത്തിലുണ്ടാകുന്ന വ്യത്യാസം, അത് ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഇത്തരം കാര്യങ്ങൾ സെക്സിനെ തീരുമാനിക്കുമ്പോൾ ജെൻഡർ അങ്ങനെയൊന്നും അല്ല. നമ്മുടെ സൊസൈറ്റി, നമ്മുടെ കൾച്ചർ, നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് അസൈൻ ചെയ്ത് വരുന്ന മാസ്കുലൈനായിട്ടും ഫെമിനൈനായിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ജെൻഡർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ സൊസൈറ്റിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ജന്മനാ പഠിച്ചു വരും, നമുക്ക് ജന്മനാ കിട്ടുന്നൊരു കാര്യമല്ല. സെക്സ് നമ്മളെ ബയോളജിക്കലി മെയിലും ഫീമെയിലുമായി തിരിക്കുമ്പോൾ സൊസൈറ്റി നമ്മളെ മാസ്കുലൈനും ഫെമിനൈനായിട്ട് തിരിക്കുന്നു. നമ്മൾ പറയാറുണ്ടല്ലേ, ഈ 9 എന്നൊരു നമ്പർ പറഞ്ഞ് നമ്മളൊരു സൊസൈറ്റി, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ കളിയാക്കാറുണ്ട്. നല്ലൊരു കാര്യമേ അല്ല. ഒരു ആൺകുട്ടി കുറച്ച് അവനൊന്ന് മേക്കപ്പ് ഇടാനൊന്നും ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ട് അവനെ നമ്മൾ ഈ നമ്പർ ഇട്ട് അങ്ങ് വിളിക്കും. ശരിയാണോ? അല്ലെന്നാണ് നമ്മുടെ ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം ആർക്കും അത് ഇഷ്ടപ്പെടാം. ഇപ്പം മേക്കപ്പ് ഇടുന്നതെല്ലാം പെണ്ണുങ്ങളാണെന്ന് നമുക്കങ്ങ് ഉറപ്പിക്കാൻ പറ്റുമോ? ഇന്നിപ്പോൾ പണ്ട് ആലോചിക്കുക, കല്യാണങ്ങളിലൊക്കെ പെൺകുട്ടികളെ മേക്കപ്പ് ചെയ്യാറുണ്ട്. ഇന്നാണെങ്കിലോ നമ്മുടെ വരനെയും എന്ത് ചെയ്യാറുണ്ട്, ഗ്രൂമിങ് ചെയ്യിക്കാറുണ്ട്. ഇത് തന്നെയാണ് സംഭവം. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് സെക്സും ജെൻഡറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് നമ്മൾ പറഞ്ഞു പോകേണ്ടി വരും. തൽക്കാലം പോയിന്റുകളിലേക്ക് നോക്കാം. ജെൻഡർ ഈസ് ആൻ അച്ചീവ്ഡ് സ്റ്റേറ്റസ്. അത് നമ്മൾ അച്ചീവ് ചെയ്തെടുക്കുന്ന ഒന്നാണ്. എന്തല്ല, നമുക്ക് ജന്മനാ കിട്ടുന്നത് അല്ല. ഇത് ഒരിക്കലും ഒരു കോൺസ്റ്റൻ്റ് അല്ല, ഇത് ബയോളജിക്കലല്ല. സമയത്തിനനുസരിച്ച് ഇത് മാറാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ ഇത് രണ്ടും നമ്മൾ പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടതാണ് ട്രാൻസ്ജെൻഡേഴ്സ്. ആരാണ് ട്രാൻസ്ജെൻഡർ? സം പീപ്പിൾ മേ ഹാവ് ജെൻഡർ ദാറ്റ് ഡസ് നോട്ട് മാച്ച് വിത്ത് ദെയർ സെക്സ്. Those who have gender identity different from the socially expected one are called transgenders. അതായത് ഒരു പുരുഷനായിട്ടുള്ള വ്യക്തി, അതായത് അയാൾക്കുള്ളത് XY ക്രോമസോമാണ്. ആ വ്യക്തിക്ക് ഇപ്പോൾ സൊസൈറ്റി പറയുന്നതല്ലാതെ ആ പറയുന്ന വ്യക്തിക്ക് പെൺകുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളോടാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഫീമെയിൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫെമിനൈൻ ആയിട്ടുള്ള ജെൻഡർ റോൾസിനോടാണ് അല്ലെങ്കിൽ അതിനോടാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ അതിന് നമുക്ക് ട്രാൻസ്ജെൻഡർ എന്ന് പറയാം. അത് മേക്കപ്പ് ഒക്കെ ചെയ്ത് നടക്കുമ്പോൾ അവരുടെ ജെൻഡർ അവരുടെ ബയോളജിക്കൽ ജെൻഡറുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് പുരുഷനെ പോലെ നടക്കാനാണ് ആഗ്രഹം എങ്കിൽ അതെന്തായിട്ട് മാറാം? ഈ പറയുന്നതനുസരിച്ച് ട്രാൻസ്ജെൻഡറായിട്ട് മാറാം. ഓക്കെ, ഇതല്ലാതെയും ബയോളജിക്കലി വേറൊരു കാര്യം കൂടെ വരുന്നുണ്ട്, ടെക്സ്റ്റിൽ അത് പറയുന്നില്ല, അതുകൊണ്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല. തൽക്കാലം ടെക്സ്റ്റ് പറയുന്നതിലൂടെ നമുക്ക് നിൽക്കാം. സം പീപ്പിൾ ഹാവ് ജെൻഡർ ദാറ്റ് ഡസ് നോട്ട് മാച്ച് വിത്ത് ദെയർ സെക്സ്. ദോസ് ഹൂ ഹാവ് ജെൻഡർ ഐഡൻറ്റിറ്റി ഡിഫറെൻറ്റ് ഫ്രം ദ സോഷ്യലി എക്സ്പെക്റ്റഡ് വൺസ് ആർ കോൾഡ് ട്രാൻസ്ജെൻഡേഴ്സ്. ഇതാണ് നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ട്രാൻസ്ജെൻഡർ ഇവിടെ വരെയുള്ള കാര്യം. ഓക്കെ, അത് വെച്ചിട്ടാണ് ഈ ഒരു ടേബിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി വരുന്നതാണ് നമ്മുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ്. ഇനി നമുക്ക് അടുത്തൊരു കാര്യത്തിലോട്ട് പോകാം. ജെൻഡർ സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ മറ്റൊന്നുമില്ല, നോക്കാം. ഒരു ജെൻഡർ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് നമുക്ക് ജന്മനാ കിട്ടുന്ന ഒന്നല്ല, അതൊരു ഫിസിക്കൽ ഫീച്ചർ അല്ല. പക്ഷെ എന്താണ്, നമ്മുടെ സോഷ്യൽ പ്രാക്ടീസുകളിലൂടെ നമുക്ക് കിട്ടുന്ന ഒന്നാണ് ജെൻഡർ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതായത് ഏതെല്ലാ സൊസൈറ്റി ഒരിക്കലും എന്തല്ല, എല്ലാവരെയും ഈക്വലായിട്ട് കാണാൻ പ്രിഫർ ചെയ്യുന്ന ഒന്നല്ല. അതായത് അവിടെ എന്തുണ്ട്, അവിടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട്. അതായത് ആൾക്കാരെ ഇങ്ങനെ കൂടിയവൻ കുറഞ്ഞവൻ എന്ന് തരംതിരിക്കുന്നതാണ് എപ്പോഴും നമ്മുടെ സൊസൈറ്റി ചെയ്യുന്നത്. അതിൽ ജെൻഡർ സ്റ്റേറ്റസ് എന്ന് പറയുമ്പോൾ ഈ ജെൻഡറിൽ പുരുഷന്മാർക്ക് പുരുഷത്വമുള്ളത്, സ്ത്രീക്കാണെങ്കിൽ ആ ഒരു ശ്രേണത ഉള്ളത്, ഇത് രണ്ടിനും പെടാത്ത പാവങ്ങളുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു, അവരെ കുറ്റപ്പെടുത്തുന്നു, ഒഴിവാക്കുന്നു. അതൊരു കാര്യം. പിന്നെ ഒന്ന് ജെൻഡർ സ്റ്റേറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർക്കാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന, നമുക്കറിയാമല്ലോ എന്താണ്, നമ്മൾ മെയിൽ ഷോവനിസം എന്നൊക്കെ പറയാറുണ്ട്. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാതിരിക്കുക, അവർക്കെതിരെ സ്ത്രീ ആയതുകൊണ്ട് ഇന്നത് ചെയ്യാവൂ എന്നുള്ള കാര്യം പറയുക. ഇതാണെന്ത് ജെൻഡർ സ്റ്റേറ്റസിനകത്ത് പറയുന്നു. അതായത് നമ്മൾ ഇനി പറയാൻ പോകുന്നത് സ്ത്രീക്കും പുരുഷനും തമ്മിലുണ്ടാകുന്ന വ്യത്യാസത്തെ പറ്റിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ട്രാൻസ്ജെൻഡർ അല്ല ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്, സ്ത്രീ പുരുഷന്മാരുടെ വ്യത്യാസത്തെ പറ്റിയാണ്, അത് ജെൻഡർ റോൾസിനെ പറ്റിയാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് നമ്മൾ സാഹിത്യം പറയുന്ന പോലത്തോടുള്ളൊരു ഭാഗമാണ് അല്ലേ. നമുക്ക് പോയിന്റുകൾ പഠിക്കാൻ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഈ ഭാഗത്തിൽ നിന്ന് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കി നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സോ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് ജെൻഡർ റോൾസിനെ പറ്റി പഠിക്കാം. അപ്പോൾ അതുവരെ ബൈ ബൈ. ഇപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.